എംപിമാരുടെ നയതന്ത്ര സംഘത്തെ നയിക്കാൻ ശശി തരൂരിനെ നിയോഗിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് KPCC. രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തിന്റെ വിഷയമാണ് ഇത് എന്നതാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതികരണം. അമൽ തേനമ്പറമ്പനാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ച 4 പേരുകളിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ അനിഷ്ടം വ്യക്തമാക്കി ജയറാം രമേശ് ഒരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ കേരളത്തിൽ നേതാക്കൾ ശശി തരൂര് ഒരു സംഘത്തെ നയിക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇത് ആത്മാർത്ഥതയുള്ള ഒരു സന്തോഷം രേഖപ്പെടുത്തലാണോ, സന്തോഷം രേഖപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സന്തോഷം രേഖപ്പെടുത്തുന്നതാണോ? ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും അഭിലാഷ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് പറയാനുള്ള കാര്യം വിശദീകരിക്കാനായി ഒരു നയതന്ത്ര സംഘത്തെ കേന്ദ്രം നിയോഗിക്കുന്നു. ആ സംഘത്തിൽ ഒരു സംഘത്തെ നയിക്കാൻ തരൂരിനെ തന്നെ നിയോഗിക്കുകയാണ്. അത് കൃത്യമായ ഒരു രാഷ്ട്രീയം ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കേന്ദ്രത്തിൻ്റെ കൃത്യമായ ഒരു തന്ത്രമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ആ തന്ത്രത്തിൽ വീണു പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശശി തരൂരിന്റെ കാര്യം പരിശോധിച്ചാൽ ശശി തരൂർ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് തുറന്നു പറയുന്നയാളാണ്. ആ സമയങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ വിമർശിച്ച് പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അത് നടക്കില്ല. കാരണം ഇത്തരമൊരു വിഷയത്തിൽ തരൂരിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തരൂരിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് നല്ല ബോധ്യമുണ്ട്. അതിനാൽ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കാനായി പോകുന്ന സംഘത്തെ തരൂർ നയിക്കുകയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷനടക്കം ആ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ജോൺ ബ്രിട്ടാസിന്റെ നേരത്തെ പ്രതികരണത്തിൽ കണ്ടതുപോലെ ഈ കോൺഗ്രസിനെ കൂടി വിശ്വാസത്തിലെടുത്ത് കേന്ദ്രം മുന്നോട്ട് പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തരൂര് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ ഒഴിവാക്കി ഒരു നയതന്ത്ര സംഘത്തെ നിയോഗിക്കുക എങ്ങനെയാണ് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണോ ഈ വിഷയത്തിൽ തരൂരിനൊരു വെട്ടുണ്ടായത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അങ്ങനെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനെ ഒഴിവാക്കി ഒരു പട്ടിക നൽകേണ്ടതുണ്ടായിരുന്നോ എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. സജീവമായ ചർച്ചകൾ എന്തായാലും ഉണ്ടാകും. വിവാദത്തിനില്ല എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്തായാലും വ്യക്തമാക്കുന്നത്. യെസ്, അപ്പോൾ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. മനീഷ് തിവാരി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നൽകിയ 4 പേരുകളിൽ ശശി തരൂരിന്റെയും മനീഷ് തിവാരിയുടെയും പേര് ഉൾപ്പെട്ടിരുന്നില്ല. അതേസമയം കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി കൂടി ഈ സംഘത്തിൽ ഇടം പിടിച്ചതായി പറഞ്ഞതുപോലെ കേന്ദ്രം പേരുകൾ നിശ്ചയിച്ചു. അതിനുശേഷമാണോ ഈ ആശയവിനിമയമൊക്കെ നടന്നിരിക്കുന്നത്? പേരിന് വേണ്ടി ഒരു ആശയവിനിമയമാണോ നടന്നത്? അല്ലെങ്കിൽ എന്തിനാണ് 4 പേരുടെ പട്ടിക രാഹുൽ ഗാന്ധിയിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അതിന് പുറത്തുള്ള 2 പേരെ കൂടി ഉൾപ്പെടുത്തിയത്? മാത്രമല്ല അറിയാനുണ്ട്. അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണം. മാത്രമല്ല തരൂരിന്റെ പേര് എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു? തരൂർ യോഗ്യനല്ലേ എന്ന ചോദ്യം. കോൺഗ്രസിന് മുന്നിൽ തരൂരിന് അയോഗ്യതയുണ്ടോ ഇത്തരമൊരു സംഘത്തിലെ അംഗമാകാൻ എന്ന ചോദ്യമൊക്കെ ഉണ്ട്.